പാരീസിലെ പ്രശസ്തമായ പാന്തിയോൺ കെട്ടിടത്തിൻ്റെ താഴികക്കുടത്തിൽ നിന്നും മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിച്ചൊരു പരീക്ഷണം നടത്താൻ ലൂയിസ് നെപ്പോളിയൻ ബോണപ്പാർട്ട് 1851 അനുമതി നൽകി. 67 മീറ്റർ നീളമുള്ളൊരു ഉരുക്ക് കമ്പിയിൽ 28 കിലോഗ്രാം ഭാരമുള്ള ഒരു വലിയ ലോഹഗോളം കെട്ടിത്തൂക്കി ആട്ടിവിടുക എന്നുള്ളതായിരുന്നു പരീക്ഷണം. പരീക്ഷണം ചെയ്യുന്നത് ലിയോ ഫുക്കോ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായിരുന്നു. വെറും ഒരു പെൻഡുലം ആടിയാൽ ഭൂമി കറങ്ങുന്നത് തിരിച്ചറിയാൻ കഴിയും എന്നറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഒത്തുകൂടി. പരീക്ഷണം ഇങ്ങനെയായിരുന്നു. പാന്തിയോൺ താഴികക്കുടത്തിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ലോഹഗോളത്തിൽ ഒരു സൂചി ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സൂചി ലോഹഗോളം ആടുന്ന സമയത്ത് അതിന് താഴെയുള്ള മണലിൽ അടയാളമുണ്ടാക്കും. പരീക്ഷണ സമയത്ത് ഇങ്ങനെ മണലിൽ അടയാളമുണ്ടാക്കിയപ്പോൾ മണിക്കൂറുകൾ കഴിയും തോറും ഈ അടയാളത്തിൻ്റെ സ്ഥാനം മാറി മാറി വരുന്നതായി കണ്ടു. അത് പരീക്ഷണം വൻ വിജയമായി മാറാൻ കാരണമായി. 1851 ഡിസംബറിലെ പട്ടാള അട്ടിമറി കാരണം പക്ഷേ ഈ ഒരു പരീക്ഷണം നിർത്തിവെക്കേണ്ടതായി വന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഫുക്കോ ഈ കൗതുകകരമായിട്ടുള്ള പ്രതിഭാസം വിശദീകരിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത ബിന്ദുവിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു പെൻഡുലം ഒരേ ദിശയിൽ ആടുമ്പോൾ ക്രമേണ അതിൻ്റെ പാത മാറുന്നതായി കണ്ടാൽ പെൻഡുലത്തിൻ്റെ കുഴപ്പമല്ല. പകരം പെൻഡുലം എവിടെയാണോ ഘടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സ്വഭാവമാണ് ഈ ഒരു മാറ്റത്തിന് കാരണമായി മാറുന്നത്. ഇവിടെ പെൻഡുലത്തിൻ്റെ കമ്പി ഘടിപ്പിച്ചിരിക്കുന്നത് പാന്തിയോൺ കെട്ടിടത്തിൻ്റെ താഴികക്കുടത്തിലാണ്. പാന്തിയോൺ കെട്ടിടം മൊത്തത്തിൽ ആടുന്നില്ല എങ്കിൽ പെൻഡുലത്തിന് മാറ്റമുണ്ടാകുമായിരുന്നില്ല. സത്യമാണ്, പാന്തിയോൺ കെട്ടിടത്തിന് സ്ഥാനചലനമില്ല. പക്ഷെ അതിരിക്കുന്നത് നമ്മുടെ ഭൂമിയിലാണ്. സ്വാഭാവികമായിട്ടും ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് പാന്തിയോൺ കെട്ടിടത്തിന് സ്ഥാനചലനം ഉണ്ടാവുകയും അതിൽ തൂക്കിയിട്ടിരിക്കുന്ന പെൻഡുലം അതിനനുസരിച്ചുള്ളൊരു സ്ഥാനചലനം ഉണ്ടായിക്കൊണ്ട് ആ ഒരു ദിശാമാറ്റം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പാരീസിലെ ഈ കെട്ടിടം നിങ്ങൾ സന്ദർശിക്കാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇന്നും നിങ്ങൾക്ക് ആ വലിയ പരീക്ഷണത്തിൻ്റെ അവശേഷിപ്പുകൾ അവിടെ കാണാൻ കഴിയും. ഫുക്കോയുടെ പെൻഡുലം കാണിച്ചു തന്നതുപോലെ നമ്മുടെ ഭൂമി ഒരു പമ്പരം കണക്കെ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കറക്കം അല്ലെങ്കിൽ റൊട്ടേഷൻ കൊണ്ടാണ് നമുക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമിയുടെ ഒരു ഭാഗം സൂര്യന് നേരെ വരുമ്പോൾ അവിടെ പകലും മറുഭാഗം സൂര്യനിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവിടെ രാത്രിയുമാകുന്നു. ഇത് വളരെ ലളിതമായൊരു കാര്യമാണ്. എന്നാൽ ഈ രാവും പകലും മാത്രം മതിയോ വർഷം മുഴുവനുമുള്ള നമ്മുടെ കാലാവസ്ഥാ മാറ്റങ്ങളെ വിശദീകരിക്കാൻ? വേനൽക്കാലം, മഞ്ഞുകാലം, മഴക്കാലം എന്നിങ്ങനെയുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? രാവും പകലും ഉണ്ടാകുന്നത് ഭൂമിയുടെ പ്രതിദിന കറക്കം കൊണ്ടാണെങ്കിൽ ഋതുക്കൾ മാറുന്നത് അതുകൊണ്ട് മാത്രമാണോ? അല്ല. കാരണം ഋതുക്കൾ സാവധാനമാണ് മാറുന്നത്. ഒരു വർഷം കൊണ്ടാണ് ഒരു ഋതുചക്രം അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റ് ഷിഫ്റ്റ് പൂർത്തിയാകുന്നത്. ചിലർ കരുതുന്നത് പോലെ ഭൂമി സൂര്യനെ ചുറ്റുന്നത് ഒരു കൃത്യമായിട്ടുള്ള വൃത്തത്തിലൊന്നുമല്ല, മറിച്ചൊരു ദീർഘവൃത്താകൃതിയിലുള്ള, അതായത് എലിപ്റ്റിക്കലായിട്ടുള്ള ഒരു പാതയിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ അതും പൂർണ്ണമായും ശരിയല്ല. അതായത് ചില സമയങ്ങളിൽ ഭൂമി സൂര്യനോടടുത്തും മറ്റു ചിലപ്പോൾ അകന്നും വരുമല്ലോ. ഇതൊരു പരിധിവരെ ശരിയാണ്. ഭൂമിയുടെ ഓർബിറ്റ് ദീർഘവൃത്താകൃതിയിൽ തന്നെയാണ്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന സമയവും ഏറ്റവും അകലെ പോകുന്ന സമയവും നമ്മൾ പെരിഹീലിയൻ, അപ്ഹീലിയൻ എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ ദൂരവ്യത്യാസം നമ്മൾ അനുഭവിക്കുന്ന വലിയ കാലാവസ്ഥാ മാറ്റങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണമല്ല. ഉദാഹരണത്തിന്, ഉത്തരാർദ്ധഗോളത്തിൽ മഞ്ഞുകാലമായിരിക്കുമ്പോഴാണ് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നത്. എന്നാൽ അപ്പോൾ ഈ ദൂരവ്യത്യാസമല്ല ഋതുഭേദങ്ങളുടെ അടിസ്ഥാന കാരണം. നമ്മുടെ ഭൂമി സ്വയം കറങ്ങുന്നതിനെ ഒരു സാങ്കല്പിക അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്നതായി നമുക്ക് സങ്കല്പിക്കാം. ഈ ഒരു അച്ചുതണ്ട് അല്ലെങ്കിൽ ആക്സിസ് ഭൂമി സൂര്യനെ ചുറ്റുന്ന ഓർബിറ്റൽ തലത്തിന് അല്ലെങ്കിൽ ഓർബിറ്റൽ പ്ലെയിനിന് ലംബമായിട്ടല്ല നിൽക്കുന്നത്. പകരം അത് ഏകദേശം 23.5 ഡിഗ്രി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഭൂമി നേരെ നിവർന്നല്ല കറങ്ങുന്നത്, മറിച്ച് ഒരു വശത്തേക്ക് അല്പം ചരിഞ്ഞാണ് കറങ്ങുന്നതും സൂര്യനെ വലം വയ്ക്കുന്നതും. ഭൂമി സൂര്യനെ വലം വയ്ക്കുമ്പോൾ ഈ ചരിവ് എപ്പോഴും ഒരേ ദിശയിലായിരിക്കും. അതുകൊണ്ട് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു വർഷത്തിനിടയിൽ ചിലപ്പോൾ ഭൂമിയുടെ ഉത്തരാർദ്ധഗോളം സൂര്യനിലേക്ക് കൂടുതൽ ചരിഞ്ഞിരിക്കും. അപ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ നേരെയും ശക്തമായും ഉത്തരാർദ്ധഗോളത്തിൽ പതിക്കും. കൂടുതൽ നേരം സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യും. ഇതാണ് നമുക്ക് വേനൽക്കാലം നൽകുന്നത്. ഭൂമി അതിൻ്റെ പരിക്രമണപാതയിൽ മുന്നോട്ടു പോയി വർഷത്തിൻ്റെ മറുപകുതിയിലെത്തുമ്പോൾ ഈ സ്ഥിരമായ ചെരിവ് കാരണം ഉത്തരാർദ്ധഗോളം സൂര്യനിൽ നിന്ന് അകലേക്ക് ചരിഞ്ഞിരിക്കും. അപ്പോൾ സൂര്യരശ്മികൾ ചരിഞ്ഞ് ദുർബലമായിട്ടായിരിക്കും അവിടെ പതിക്കുക. പകലിൻ്റെ ദൈർഘ്യം കുറയും. ഇതാണ് മഞ്ഞുകാലം.
ഇതേ സമയം ദക്ഷിണാർദ്ധഗോളത്തിൽ ഇതിന് വിപരീതമായ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. ഉത്തരാർദ്ധഗോളത്തിൽ വേനലാകുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ മഞ്ഞുകാലമായിരിക്കും. നേരെ തിരിച്ചു, വസന്തകാലത്തും ശരത്കാലത്തും, അതായത് സ്പ്രിംഗ് സീസണിലും ഓട്ടം സീസണിലും ഭൂമിയുടെ ചരിവ് സൂര്യനിലേക്കോ സൂര്യനിൽ നിന്ന് അകലെയോ ആയിരിക്കില്ല. മറിച്ച് സൂര്യരശ്മികൾ രണ്ടർദ്ധഗോളങ്ങളിലും താരതമ്യേന തുല്യമായി പതിക്കുന്ന അവസ്ഥയിലായിരിക്കും. ജൂലിയസ് സീസർ അധികാരത്തിൽ വരുന്ന കാലഘട്ടത്തിൽ റോമൻ കലണ്ടർ 80 ദിവസത്തിലധികം വ്യത്യാസപ്പെട്ടിരുന്നു. ശൈത്യകാല ഉത്സവങ്ങൾ നടന്നിരുന്നത് ശരത്കാലത്തായിരുന്നു. ആ സമയത്ത് വസന്തകാലത്തെ വിളവെടുപ്പിന് വേനൽക്കാലത്തെ ചൂടൊരു വലിയ ഭീഷണിയായിരുന്നു. സാമ്രാജ്യത്വത്തിൻ്റെ സമയം കണക്കാക്കുന്ന രീതി അത്രയധികം താളം തെറ്റിപ്പോയിരുന്നു. അത് കൃഷി, മതം, അധികാരം എല്ലാത്തിനും ഭീഷണിയായി മാറി. അതുകൊണ്ട് സീസർ ഒരു കാര്യം ചെയ്തു. അലക്സാണ്ട്രിയയിൽ നിന്ന് ഒരു ഗ്രീക്ക് ഈജിപ്ഷ്യൻ ജ്യോതിശാസ്ത്രജ്ഞനായ സോസിജറസിനെ അദ്ദേഹം വിളിപ്പിച്ചു. അതിനുശേഷം നമുക്ക് എങ്ങനെ ഈ ഒരു സമയം ശരിയാക്കാമെന്ന് ചോദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഉത്തരം ഇതായിരുന്നു: നമ്മുടെ ഭൂമിക്കൊരു ചരിവുണ്ട്. ഏകദേശം 23.5 ഡിഗ്രിയാണ് ആ ചരിവ്. ഈ ചരിവാണ് ഒരു വർഷം മുഴുവൻ ആകാശത്ത് സൂര്യൻ്റെ സ്ഥാനം മാറാനും ഋതുക്കൾ ഉണ്ടാകാനും കാരണം. ഈ ചരിവും അതിൻ്റെ ഫലമായി സൂര്യൻ്റെ ആകാശത്തിലെ പാത മാറുന്നതും മനസ്സിലാക്കിയില്ല എങ്കിൽ ഏത് കലണ്ടറും ക്രമേണ പരാജയപ്പെടും. ഇതാണ് ജൂലിയൻ കലണ്ടറിന് വഴിവെച്ചത്. പുരാതന ലോകത്തിലെ ഏറ്റവും കൃത്യതയുള്ള സമയനിർണയ സംവിധാനങ്ങളിൽ ഒന്നാണ് ജൂലിയൻ കലണ്ടർ. ലീപ്പ് വർഷങ്ങൾ അഥവാ അധിവർഷങ്ങൾ ചേർത്ത് ഇത് സിവിൽ കലണ്ടറിനെ സൗരവർഷവുമായിട്ട് അലൈൻ ചെയ്തു. അങ്ങനെ ആദ്യമായി റോമിൻ്റെ ആചാരങ്ങളും നികുതികളും വിളവെടുപ്പുകളും ആകാശത്തിൻ്റെ താളത്തിനനുസരിച്ച് ഒത്തുവരാൻ തുടങ്ങി. ചൈനയിലെ ടാങ് രാജവംശകാലത്ത് ജ്യോതിശാസ്ത്രജ്ഞർ വെങ്കലത്തിലുള്ള ആർമിലറി സ്ഫിയറുകൾ ഉപയോഗിച്ച് ഇതേ സൗരചക്രങ്ങൾ നിരീക്ഷിച്ചിരുന്നു. ഇന്ത്യയിൽ സൂര്യസിദ്ധാന്തം പോലെയുള്ള പുരാതന ഗ്രന്ഥങ്ങളിൽ സൂര്യൻ്റെ ചലനങ്ങളെക്കുറിച്ച് വളരെ അത്ഭുതകരമായിട്ടുള്ള കൃത്യതയോടുകൂടി വിശദീകരിക്കുന്നുണ്ട്. മധ്യ അമേരിക്കയിൽ മായന്മാർ ഉത്തരായന ദക്ഷിണായന ദിനങ്ങളുടെ ക്രമങ്ങളെ അടിസ്ഥാനമാക്കി അവരുടെ നഗരങ്ങൾ മുഴുവൻ പണിഞ്ഞിട്ടുമുണ്ട്. അവരുടെ പുരോഹിതർ ആകാശഗോളങ്ങളെക്കുറിച്ച് ഗണിതശാസ്ത്രജ്ഞന്മാരെ പോലെയാണ് പഠിച്ചിരുന്നത്. അങ്ങനെ ഭൂഖണ്ഡങ്ങൾ കടന്നും നൂറ്റാണ്ടുകളിലൂടെയും മനുഷ്യർ ഒരു പൊതു നിഗമനത്തിലെത്തി: ഭൂമിക്കൊരു ചെരിവുണ്ട്. ഈ ചെരിവാണ് നമുക്ക് സമയം തരുന്നത്. മണിക്കൂറുകളല്ല, വർഷങ്ങൾ, ഋതുക്കൾ, നമ്മുടെ ജീവൻ. എന്നാൽ ഈ അറിവിനെല്ലാം താഴെ ഒരു വലിയ ഭയം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആർക്കും ഉത്തരം നൽകാൻ കഴിയാത്തൊരു നിശബ്ദമായ ചോദ്യം: ഈ ഭൂമിയുടെ ചരിവ് മാറിയാലോ? ഋതുക്കൾ എന്നേക്കുമായി അപ്രത്യക്ഷമായാലോ? നമ്മുടെ സൗരയൂഥത്തിൽ 7ാമനായി നിൽക്കുന്നൊരു ഭീമൻ വാതക ഗ്രഹമാണ് യുറാനസ്. യുറാനസിനൊരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ ഭൂമി 23.5 ഡിഗ്രി ചരിഞ്ഞ് കറങ്ങുന്നുണ്ടെങ്കിൽ യുറാനസ് ഏകദേശം 97.77 ഡിഗ്രി ചരിഞ്ഞാണ് കിടക്കുന്നത്. അതായത് ഏതാണ്ട് ഒരു വശത്തേക്ക് പൂർണ്ണമായും കിടന്നുകൊണ്ടാണ് അത് സൂര്യനെ വലം വയ്ക്കുക. ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് കൊണ്ട് യുറാനസിൽ അതിഭീകരമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകാറുണ്ട്. യുറാനസിൻ്റെ ഒരു ധ്രുവം ഏകദേശം 42 വർഷം തുടർച്ചയായി സൂര്യന് നേരെ തിരിഞ്ഞിരിക്കും. അപ്പോൾ അവിടെ 42 വർഷം നീണ്ടു നിൽക്കുന്ന അതികഠിനമായ പകലായിരിക്കും. അതേസമയം മറുധ്രുവത്തിൽ 42 വർഷം നീണ്ടു നിൽക്കുന്ന കൊടും തണുപ്പുള്ള രാത്രി. പിന്നീട് അടുത്ത 42 വർഷം സ്ഥിതി നേരെ തിരിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പകലും രാത്രിയുമുള്ളൊരു ഗ്രഹം. ചൊവ്വയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് ഏകദേശം 25.19 ഡിഗ്രിയാണ്. ഇത് നമ്മുടെ ഭൂമിയുടെ ചരിവിനോട് വളരെ അടുത്തുണ്ടല്ലേ. അതുകൊണ്ട് ചൊവ്വയിലും ഋതുഭേദങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ചൊവ്വയ്ക്കൊരു പ്രശ്നമുണ്ട്. ചൊവ്വയുടെ അച്ചുതണ്ടിൽ ഈ ചരിവ് സ്ഥിരതയുള്ളതല്ല. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ചൊവ്വയുടെ ചരിവ് 0 ഡിഗ്രിക്കും 60 ഡിഗ്രിക്കും ഇടയിൽ വൻതോതിൽ മാറി മറിയാറുണ്ട്. ഇതിനർത്ഥം ചൊവ്വയിലെ കാലാവസ്ഥ ദീർഘകാലയളവിൽ അതിഭീകരമായിട്ട് മാറാൻ സാധ്യതയുള്ളതാണ് എന്നതാണ്. ചൊവ്വയുടെ കാര്യത്തിൽ എന്ന പോലെ ഭീകരമായ ചാഞ്ചാട്ടങ്ങൾ നമ്മുടെ ഭൂമിക്ക് ഇപ്പോഴില്ലെങ്കിലും ഭൂമിയുടെ ചരിത്രത്തിൽ തന്നെ അന്തരീക്ഷത്തിൽ അതിഭീകരമായിട്ടുള്ള കാലാവസ്ഥ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും നല്ലൊരു തെളിവാണ് ഹിമഭൂഗോളം അഥവാ സ്നോ എർത്ത് എന്നറിയപ്പെടുന്ന ഒന്നോ അതിലധികമോ കാലഘട്ടങ്ങൾ ഭൂമിക്കുണ്ടായതിനുള്ള തെളിവ്. ഏകദേശം 720 മുതൽ 635 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ഏതാണ്ട് പൂർണ്ണമായും മഞ്ഞുപാളികളാൽ മൂടപ്പെട്ടു പോയൊരവസ്ഥയുണ്ടായിരുന്നു. ധ്രുവങ്ങൾ മുതൽ ഭൂമധ്യരേഖ വരെ കട്ടിയുള്ള മഞ്ഞുപാളികൾ വ്യാപിച്ച് കിടന്നിരുന്നു. ഇതിൻ്റെ കാരണങ്ങൾ സങ്കീർണമാണെങ്കിലും ഭൂമിയിലെ ജീവൻ്റെ ഗതിയെ ഇത് നിർണായകരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ കാര്യം എന്താണ്? ഭൂമിയുടെ അച്ചുതണ്ടും ഇങ്ങനെ വലിയ തോതിൽ ചാഞ്ചാടാറുണ്ടോ? ഉണ്ട്.
നമ്മുടെ അച്ചുതണ്ടിനും ചെറിയ ആട്ടങ്ങൾ അല്ലെങ്കിൽ വോബിൾസ് സംഭവിക്കാറുണ്ട്. ഇതിന് പ്രിസിഷൻ എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. ഇത് വളരെ സാവധാനത്തിലുള്ളൊരു മാറ്റമാണ്. ഏകദേശം 26,000 വർഷം കൊണ്ടാണ് ഒരു പൂർണ്ണമായ വോബ്ലിംഗ് സംഭവിക്കുന്നത്. സൂര്യൻ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യം സൂര്യൻ ഭൂമിയുടെ നേരെ മുകൾ ഭാഗത്തു കൂടി കടന്നു പോകും. ഇപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്നുകൊണ്ട് നമുക്കിത് അറിയാൻ പറ്റും. നിഴലില്ലാത്ത വർഷത്തിലെ 2 ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ രാത്രിയും പകലും ഏകദേശം ഒരേ ദൈർഘ്യമായിരിക്കും. ഇതിനെയാണ് നമ്മൾ വിഷുവങ്ങൾ അഥവാ ഇക്വിനോക്സസ് എന്ന് വിളിക്കുന്നത്. പുരാതന ഗ്രീസിലെ ഹിപ്പാർക്കസ് എന്നൊരു മിടുക്കനായ ജ്യോതിശാസ്ത്രജ്ഞൻ ഒരു കാര്യം അക്കാലത്ത് ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം പഴയ കാലത്തെ നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളും സ്വന്തം കാലത്തെ നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളും തമ്മിലൊന്ന് ഒത്തുനോക്കി. അപ്പോൾ ഈ വിഷുവങ്ങൾ സംഭവിക്കുന്ന സമയം അല്ലെങ്കിൽ സ്ഥാനം നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് വളരെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് ഈ വർഷം വിഷുവൻ സംഭവിക്കുമ്പോൾ സൂര്യൻ ഏത് നക്ഷത്രത്തിൻ്റെ അടുത്താണോ കാണുന്നത്, അത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അതേ ദിവസം വേറൊരു സ്ഥാനത്തായിരിക്കും സൂര്യൻ നിൽക്കുക. പഴയ സ്ഥാനത്ത് നിന്ന് ചെറിയൊരു മാറ്റം. ഈ മാറ്റം വളരെ വളരെ ചെറുതാണെങ്കിലും വർഷങ്ങൾ കൂടുമ്പോൾ ഇത് ശ്രദ്ധിക്കാൻ കഴിയും. ഈ വിഷുവങ്ങളുടെ മാറ്റത്തെ അല്ലെങ്കിൽ പ്രൊസഷൻ ഓഫ് ദ ഇക്വിനോക്സസിനെ ഹിപ്പാർക്കസ് അളന്നു. 1 നൂറ്റാണ്ടിൽ ഏകദേശം 1 ഡിഗ്രിയിലധികം എന്ന കണക്കിലാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ 72 വർഷത്തിൽ 1 ഡിഗ്രി. ഈ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു മുഴുവൻ ആട്ടം പൂർത്തിയാക്കാൻ ഏകദേശം 26,000 വർഷങ്ങളാണ് നമ്മുടെ ഭൂമിക്ക് വേണ്ടി വരിക. നമ്മൾ വിഷു ആഘോഷിക്കുന്നത് സാധാരണയായി ഏപ്രിൽ 15 അല്ലെങ്കിൽ 16 തീയതികളിലാണല്ലോ. ഇത് മലയാളികളുടെ പുതുവർഷ ആരംഭമാണ്. സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസമായാണ് നമ്മളിത് കണക്കാക്കുന്നത്. പണ്ട്, അതായത് ഏകദേശം 1700 മുതൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ദിവസം, അതായത് സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്ന ദിവസം തന്നെയായിരുന്നു വസന്ത വിഷുവം അല്ലെങ്കിൽ വെർണൽ ഇക്വിനോക്സ് സംഭവിച്ചിരുന്നത്. അതായത് അന്ന് രാത്രിയും പകലും തുല്യമായ ദിവസവും സൂര്യൻ മേടം രാശിയിലേക്ക് കടക്കുന്നതും ഏകദേശം ഒരേ സമയത്തായിരുന്നു. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ആട്ടം അല്ലെങ്കിൽ പ്രിസിഷൻ കാരണം എന്ത് സംഭവിച്ചു? ഈ ഒരു പ്രിസിഷൻ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ വരുന്ന ദിവസം, അതായത് യഥാർത്ഥ വസന്ത വിഷു ഓരോ വർഷവും മറ്റ് നക്ഷത്രങ്ങളെ അല്ലെങ്കിൽ ആകാശത്തിലെ പശ്ചാത്തലത്തിലുള്ള നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് അല്പം പിന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഓർക്കുക, ഈ മാറ്റം വളരെ പതിയെയാണ്. ഏകദേശം 72 വർഷം കൊണ്ട് 1 ഡിഗ്രി എന്ന കണക്കിലാണ് ഈ ഒരു ചരിവുണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ സൂര്യൻ മേടൻ രാശിയിൽ, അതായത് മേടം എന്ന നക്ഷത്ര സമൂഹത്തിൻ്റെ ഭാഗത്ത് പ്രവേശിക്കുന്ന ദിവസം നമ്മളിപ്പോഴും വിഷുവായി ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഭൂമിയുടെ ആട്ടം കാരണം യഥാർത്ഥ വസന്ത വിഷു, അതായത് സൂര്യൻ കൃത്യമായി ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുന്ന രാവും പകലും തുല്യമായ ദിവസം ഇപ്പോൾ സത്യത്തിൽ മാർച്ച് 20 അല്ലെങ്കിൽ 21 തീയതികളിലേക്ക് മാറിയിട്ടുണ്ട്. ഈ വ്യത്യാസത്തെയാണ് അയനാംശം എന്ന് പറയുന്നത്. അതായത് ഭൂമിയുടെ വോബ്ലിംഗ് കാരണം യഥാർത്ഥ ഋതുക്കളും നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാശിചക്രവും തമ്മിൽ ഉണ്ടായിട്ടുള്ള കോണളവിലെ വ്യത്യാസമാണിത്. ഭൂമിയുടെ അച്ചുതണ്ടിൽ ഈ ആട്ടം മാത്രമല്ല, അതിൻ്റെ ചരിവിലുണ്ടാകുന്ന ദീർഘകാലമായ മാറ്റങ്ങളും സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണപഥത്തിൻ്റെ ആകൃതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും ചേർന്നാണ് മിലാങ്കോവിച്ച് ചക്രങ്ങൾ അഥവാ മിലാങ്കോവിച്ച് സൈക്കിളുകൾ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ഭൂമിയിൽ പതിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ അളവിലും അതിൻ്റെ സ്പ്രെഡിങ്ങിലും ഈ ചക്രം മാറ്റങ്ങൾ വരുത്തുകയും ഇത് ഹിമയുഗങ്ങൾ പോലെയുള്ള ദീർഘകാല കാലാവസ്ഥാ മാറ്റങ്ങൾക്കൊരു കാരണമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് ഇപ്പോഴത്തെ 23.5 ഡിഗ്രിയിൽ ഏറെക്കുറെ സ്ഥിരമായി നിർത്തുന്നതിലും അതിൻ്റെ വോബ്ലിംഗ് ഒരു പരിധിവരെ കൈവിട്ടു പോകാതെ നിയന്ത്രിക്കുന്നതിലും ചന്ദ്രൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു, ഭൂമി സ്വയം കറങ്ങുന്നു. ഈ 2 ചലനങ്ങളും തമ്മിലുള്ള ഗുരുത്വാകർഷണപരമായിട്ടുള്ള വടംവലി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഇൻറ്ററാക്ഷൻ ഭൂമിയുടെ അച്ചുതണ്ടിനെ ഒരു പരിധിയിൽ കൂടുതൽ ചാഞ്ചാടാതെ സ്റ്റേബിളായി പിടിച്ചു നിർത്താൻ സഹായിക്കുന്നുണ്ട്. ഒരു കറങ്ങുന്ന പമ്പരത്തിൻ്റെ മുകൾ ഭാഗം നമ്മൾ പതിയെ തൊട്ട് നേരെയാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണിത്. ചൊവ്വയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ചൊവ്വയ്ക്ക് നമ്മുടെ ചന്ദ്രനെ പോലെ വലിയൊരു ഉപഗ്രഹം ഇല്ല. അവർക്കുള്ള 2 പേരും കുഞ്ഞന്മാരാണ്. ഇതുകൊണ്ടാണ് ചൊവ്വയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് കാലക്രമേണ വലിയ രീതിയിൽ മാറി മറിയുന്നത്. ചന്ദ്രൻ ഇല്ലായിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഭൂമിയുടെ ചരിത്രത്തിൽ മറ്റേതെങ്കിലും വലിയ സംഭവം നടന്ന് നമ്മുടെ അച്ചുതണ്ടിൻ്റെ സ്ഥിരത നഷ്ടപ്പെട്ടിരുന്നെങ്കിലോ ചന്ദ്രൻ നൽകുന്ന ആ ഒരു പിടിച്ചു നിർത്തൽ ഇല്ലാതാകും.
അതോടെ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് ഇപ്പോഴത്തെ 23.5 ഡിഗ്രിയിൽ നിന്ന് മാറി ചൊവ്വയെപ്പോലെ വലിയ തോതിൽ ചാഞ്ചാടാൻ തുടങ്ങും. ഒരുപക്ഷെ കാലക്രമേണ അത് 0 ഡിഗ്രിയിലോ അല്ലെങ്കിൽ 60 മുതൽ 80 ഡിഗ്രിയിലോ ഒക്കെ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമി യുറാനസിനെ പോലെ ഒരു വശത്തേക്ക് കിടന്ന് കറങ്ങാൻ സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഭൂമി കിടന്നുകൊണ്ട് സ്വയം കറങ്ങി സൂര്യനെ ചുറ്റുക എന്ന അവസ്ഥയിലേക്ക് മാറും. ഭൂമിക്ക് ചന്ദ്രൻ എന്ന കാവൽക്കാരൻ ഇല്ലാതായിരിക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ബഹിരാകാശ സംഭവം കാരണം നമ്മുടെ ഭൂമി ഒരു വശത്തേക്ക് പൂർണ്ണമായും മറിഞ്ഞുപോയി എന്നതാണ് സാഹചര്യമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഭൂമി ഒരു പമ്പരം കറങ്ങി വീഴുന്നത് പോലെയാണ് സംഭവിക്കുക. 90 ഡിഗ്രി ചരിഞ്ഞ് ഒരു വശം സൂര്യന് നേരെയും മറുവശം പൂർണ്ണമായും ഇരുട്ടിലേക്കും തിരിഞ്ഞ് സൂര്യനെ വലം വയ്ക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഭൂമിയിൽ നിങ്ങൾ ഉത്തര ധ്രുവത്തിനടുത്തോ ദക്ഷിണ ധ്രുവത്തിനടുത്തോ ആണ് താമസിക്കുന്നതെങ്കിൽ വർഷത്തിൻ്റെ പകുതി സമയം നിങ്ങളുടെ ധ്രുവം തുടർച്ചയായി സൂര്യന് നേരെയായിരിക്കും. ഇതിനർത്ഥം ഏകദേശം 6 മാസക്കാലം നിങ്ങൾക്ക് നിർത്താതെയുള്ള പകലായിരിക്കും. ഉറങ്ങാൻ പോലും സൂര്യൻ അസ്തമിക്കില്ല. സൂര്യൻ ആകാശത്തൊരു വലിയ വൃത്തത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കും. ഈ 6 മാസക്കാലത്തെ പകൽ കഴിയുമ്പോൾ അടുത്ത 6 മാസം നിങ്ങളുടെ ധ്രുവം സൂര്യനിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോകും. അപ്പോൾ 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന കൊടും തണുപ്പുള്ള ഇരുണ്ട രാത്രി വരും. നക്ഷത്രങ്ങൾ മാത്രം കൂട്ടിനുള്ള ഒരു ലോകം. 6 മാസം സൂര്യൻ നേരെ മുകളിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രദേശം മരുഭൂമി പോലെയായിരിക്കും ചുട്ടുപൊള്ളുക. സമുദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവ തിളച്ചു മറിയുകയോ വലിയ തോതിൽ നീരാവി ഉണ്ടാവുകയോ ചെയ്യാം. എന്നാൽ അടുത്ത 6 മാസമോ അതേ പ്രദേശം സൂര്യരശ്മി ഒട്ടുമേൽക്കാതെ കൊടും തണുപ്പിൽ മരവിച്ചു പോകും. അന്തരീക്ഷത്തിലെ ഈർപ്പം പോലും കട്ടിയായ ഐസായി മാറും. നമ്മുടെ സൗരയൂഥത്തിലെ ബുധൻ ഗ്രഹത്തിൻ്റെ അതേ അവസ്ഥ. നമ്മുടെ ബുധന് കാര്യമായ അന്തരീക്ഷമില്ല. സൂര്യൻ അഭിമുഖമായ ഭാഗം അതികഠിനമായ ചൂട്, അതായത് ഏകദേശം 430 ഡിഗ്രി സെൽഷ്യസും മറുഭാഗം അതികഠിനമായ തണുപ്പ് ഏകദേശം -180 ഡിഗ്രി സെൽഷ്യസും വരെ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമി 90 ഡിഗ്രി ചരിഞ്ഞാൽ ഓരോ ധ്രുവപ്രദേശത്തും വർഷത്തിൻ്റെ പകുതി വീതം ഏകദേശം ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകാം. പിന്നെ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ചെറിയ ചേഞ്ചുകൾ പ്രതീക്ഷിക്കാം. ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ സ്ഥിതി കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും. പക്ഷേ അതും അത്ര സുഖകരമായിരിക്കില്ല. വർഷത്തിൽ 2 പ്രാവശ്യം ധ്രുവങ്ങൾ സൂര്യന് നേരെ തിരിയുന്നതിനിടയിലുള്ള ആ സമയങ്ങളിൽ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിലൂടെ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപക്ഷെ താരതമ്യേന സാധാരണമായിട്ടുള്ള ദിനരാത്രങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഒരു ധ്രുവം സൂര്യനിലേക്ക് തിരിഞ്ഞിരിക്കുന്ന 6 മാസക്കാലത്ത് ഭൂമധ്യരേഖയിൽ സൂര്യൻ ചക്രവാളത്തിനോടടുത്ത് വളരെ അടുത്തുകൂടി ഒരു വലിയ അർദ്ധവൃത്തം വരച്ച് കടന്നു പോകുന്നത് പോലെ അനുഭവപ്പെടും. പകലിന് വളരെ കുറഞ്ഞ ദൈർഘ്യമേ അപ്പോൾ ഉണ്ടാവുകയുള്ളൂ. സൂര്യരശ്മികൾ വളരെ ചരിഞ്ഞായിരിക്കും പതിക്കുക. അതുകൊണ്ട് കാര്യമായ ചൂട് ലഭിക്കില്ല. ചില ശാസ്ത്രജ്ഞർ കരുതുന്നത് ഒരുപക്ഷെ ഈ അതികഠിനമായ ചൂടിനും തണുപ്പിനുമിടയിലുള്ള ട്വിലൈറ്റ് സോൺസ് ഉണ്ടല്ലോ, ഇവിടെ ചില ലളിതമായിട്ടുള്ള ജീവരൂപങ്ങൾ ഇവോൾവ് ചെയ്ത് നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള വൻകരകളും സമുദ്രങ്ങളും സസ്യങ്ങളും മൃഗങ്ങളും നിറഞ്ഞ ഒരു ലോകമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഭൂമി ഒരുപക്ഷെ ചൊവ്വയെപ്പോലെയോ അല്ലെങ്കിൽ അതിലും മോശമായ ഒരു തരിശു ഭൂമിയായോ മാറുമായിരുന്നു. സ്ഥിരമായ നഗരങ്ങൾ പണിയാൻ പ്രയാസമായിരിക്കും. ഒരുപക്ഷെ മനുഷ്യർ നിരന്തരം സഞ്ചരിക്കുന്ന അലഞ്ഞു തിരിയുന്ന നാഗരികതകൾ അല്ലെങ്കിൽ നൊമാഡിക് സിവിലൈസേഷനുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് വാസയോഗ്യമായ പ്രദേശങ്ങൾ തേടി നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ആർക്കും സ്വന്തമായി എളുപ്പത്തിൽ ഒരു വീട് നിർമ്മിച്ച് താമസിക്കാൻ കഴിയില്ല. പകരം വീടുകൾ അഴിച്ചു മാറ്റാനും കൊണ്ടുപോകാനും പറ്റുന്ന രീതിയിലുള്ളവയായിരിക്കും. വലിയ ചക്രങ്ങളുള്ള വീടുകളോ ഭൂമിക്കടിയിൽ നിർമ്മിച്ച താൽക്കാലിക വാസസ്ഥലങ്ങളോ നമ്മൾ ഉപയോഗിക്കും. കൃഷി വളരെ ദുഷ്കരമായി മാറും. ഒരുപക്ഷെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിളവെടുക്കാൻ കഴിയുന്ന പ്രത്യേകതരം ചെടികൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിയന്ത്രിതമായ സാഹചര്യങ്ങളിൽ കൃഷി ചെയ്യുന്ന ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് പോലെയുള്ള രീതികൾ വികസിപ്പിച്ചെടുത്തേക്കാം. മത്സ്യബന്ധനവും വേട്ടയാടലും ഒരു ഉപജീവന മാർഗമാക്കി കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് സംശയമാണ്. ഒരു കമ്പ്യൂട്ടർ ഗെയിം പോലെ സങ്കല്പിക്കുക. ഈസി മോഡിൽ കളിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പരീക്ഷിക്കാനും കെട്ടിപ്പടുക്കാനും സാധിക്കും. ഹാർഡ് കോർ മോഡിൽ അതിജീവനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരുപക്ഷെ നമ്മുടെ ഭൂമിയിലെ സാഹചര്യങ്ങൾ മനുഷ്യരാശിക്കൊരു ഈസി ടു മീഡിയം മോഡ് നൽകി. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചത്. പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടെങ്കിൽ അവിടുത്തെ ഗ്രഹങ്ങളുടെ സാഹചര്യങ്ങൾ അവിടുത്തെ ജീവരൂപങ്ങളുടെ വളർച്ചയെയും സംസ്കാരത്തെയും എങ്ങനെയായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാകുക? അവിടെയും ഈ പറയുന്ന ചെരിവുകളും ചന്ദ്രന്മാരുമൊക്കെ നിർണായക ഘടകങ്ങളായിട്ടുണ്ടാകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?